അത് ഭക്തന്റെ മനസ്സിന്റെ അടിസ്ഥാനത്തിൽ അവൻ സമർപ്പിക്കുന്നതാണ്. അവരുടെ വിശ്വാസത്തെയും വ്രണപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും സംഭവങ്ങൾ പുറത്തു വരുന്നത്. കോടിക്കണക്കിന് രൂപ വിലയുള്ള വസ്തുവകകൾ ശബരിമലയിൽ ഭക്തജനങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ട്. സ്പോൺസർമാരായ ആളുകൾ വരാറുണ്ട്. അവരുടെ എല്ലാം വികാരങ്ങളെ വ്രണപ്പെടുത്തത്തക്ക നിലയിലാണ് ഇപ്പോൾ ഈ വസ്തുതകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമായി ഇതുവരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിയോ എടുത്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 1950 ദേവസ്വം ആക്ട് നിലവിൽ വരുന്നത്. ദേവസ്വം ആക്ടിനനുസരിച്ച് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മെമ്പർമാർ, ഉദ്യോഗസ്ഥർ എന്നിവരെ നീക്കം ചെയ്യാനുള്ള അധികാരം എന്നിവയെല്ലാം ഹൈക്കോടതിക്കുണ്ട്. തിരുവിതാംകൂർ, കൊച്ചി ദേവസ്വം ബോർഡുകളും ശബരിമലയിലും ക്രമക്കേടുകളും അഴിമതിയും നടക്കുന്നതായി മനസ്സിലാക്കിയിട്ടാണ് 1990 ജസ്റ്റിസ് പരിപൂർണൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിയായിരുന്നപ്പോൾ അദ്ദേഹം അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന പി രാമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി വളരെ വിശദമായി കാര്യങ്ങൾ പഠിച്ചു. 1991 അന്ന് ആ ജസ്റ്റിസ് പരിപൂർണൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നിയോഗിച്ച ചീഫ് സെക്രട്ടറി വി രാമചന്ദ്രൻ തൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിൽ ജില്ലാ ജഡ്ജിയുടെ സ്ഥാനമുള്ള ഒരു ജഡ്ജിയെ ദേവസ്വത്തിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി സ്പെഷ്യൽ കമ്മീഷണറായി നിയോഗിക്കണമെന്ന് തീരുമാനിച്ചത്. ആ എല്ലാ നടപടികളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ശബരിമലയിലെ എല്ലാ നടപടികളും സ്പെഷ്യൽ കമ്മീഷണറുടെ, ജില്ലാ ജഡ്ജിയുടെ പദവിയുള്ള ഒരു വ്യക്തിയായ കമ്മീഷണറുടെ അനുവാദത്തോടു കൂടി മാത്രമേ നടത്താവൂ എന്നാണ്. ശബരിമലയിൽ ഈ ഇടപാടുകളൊക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുമതി വേണ്ടതാണ്. തിരുവാഭരണം കമ്മീഷണറുടെ അനുമതി വേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അംഗീകാരം വേണ്ടതാണ്. ഇതൊന്നും വാങ്ങാതെയാണ് ഈ ഇടപാടുകളെല്ലാം നടന്നത് എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുവാദമില്ല, ജില്ലാ ജഡ്ജിയുടെ പദവി വഹിക്കുന്ന കമ്മീഷണറുടെ അധികാരമില്ല, തിരുവാഭരണ കമ്മീഷണറുടെ അനുവാദം തേടിയിട്ടുണ്ടോ? ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുവാദമില്ലാതെയാണ് കോടിക്കണക്കിന് രൂപ വിലപിടിപ്പ്. പ്രതിപക്ഷ നേതാവിന് പിന്നാലെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരികയാണ്.